ഇത്രയും നേരമായിട്ട്? മുത്തശ്ശിയുടെ ചോദ്യം കേട്ടാണ് അതിഥി അരുൺ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പുറത്തു വന്നത്. അത് മുത്തശ്ശി അതിഥി പറയാൻ വാക്കുകൾ പെറുക്കിക്കൂട്ടുന്നത് കണ്ടതും അരുൺ പറഞ്ഞു, അത് മുത്തശ്ശി, എനിക്കൊരു കോൾ വന്നിരുന്നു, ഞാനത് അറ്റൻഡ് ചെയ്യാൻ നിന്നു, അതാ വൈകിയത്. ആണോ? നിങ്ങളിരിക്കും മക്കളെ, ഭക്ഷണം കഴിക്കാം എന്ന് മുത്തശ്ശി പറഞ്ഞതും അരുണും അതിഥിയും കൂടെ മറ്റുള്ളവരും ഭക്ഷണം കഴിക്കാനിരുന്നു. പ്ലേറ്റിൽ വിരലാൽ ചിത്രം വരച്ചിരിക്കുന്ന അതിഥിയെ കണ്ട് മുത്തശ്ശി ചോദിച്ചു, എന്തു പറ്റി മോളെ, കറികൾ ഇഷ്ടമായില്ലേ? അച്ചു മോളെ. മുത്തശ്ശി പിന്നെയും വിളിച്ചപ്പോഴാണ് അതിഥി ചിന്തകളിൽ നിന്നും ഉണർന്നത്. ആ മുത്തശ്ശി എന്താ പറഞ്ഞ? മോളപ്പോൾ ഈ ലോകത്തൊന്നും അല്ലേ? മോളെന്താ ആഹാരം കഴിക്കാത്തതെന്ന്? ഞാൻ കഴിച്ചോളാം മുത്തശ്ശി എന്നും പറഞ്ഞ് അതിഥി അരുണിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവിടെ ഒരു കള്ളച്ചിരിയായിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ക്ഷീണിച്ച് പോയി കാണും മുത്തശ്ശി, ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ശരിയാവും. അരുണാണത് പറഞ്ഞത്. അരുൺ പറഞ്ഞത് കേട്ടതും എല്ലാവരും അതിന് ശരി വെക്കുന്നത് പോലെ തലയാട്ടി. എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മോള് പോയി കിടന്നോളൂ, മുത്തശ്ശി പറഞ്ഞു. അതിഥി അതിനൊന്ന് ചിരിച്ചതേ ഉള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞതും എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് തുടങ്ങി. അരുൺ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കാൻ നേരം അതിഥിയോടായി പറഞ്ഞു, വേഗം വരണം, ഞാൻ കാത്തിരിക്കും. അത് കേട്ടതും ഭക്ഷണം ശിരസിൽ കയറി അതിഥി ചുമയ്ക്കാൻ തുടങ്ങി. അയ്യോ എന്താ മോളത്, പതിയെ കഴിച്ചാൽ മതി, എന്തിനെത്ര തിരക്ക് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അതിഥിയുടെ തലയിൽ തട്ടിക്കൊടുത്തു. അതിനു പുറകെ തന്നെ അതിഥിയും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. അരുൺ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ആദിയുമായി കുറച്ച് സമയം സംസാരിച്ചു. അതിഥിയെ അവിടെ എങ്ങും കാണാത്തത് കൊണ്ടാണ് ബെഡ്റൂമിലേക്ക് പോയത്. എന്നാൽ അവിടെ മുഴുവൻ നോക്കിയിട്ടും അരുണിന് അതിഥിയെ കാണാൻ സാധിച്ചില്ല. ചിലപ്പോൾ കീർത്തിയുടെ കൂടെയാവും അതിഥി ഉള്ളത്. സംസാരം കഴിഞ്ഞ് വന്നോളുമെന്ന് കരുതി അരുൺ ഓഫീസ് വർക്ക് ചെയ്യുവാനായി തൻ്റെ ലാപ്ടോപ്പും എടുത്ത് ബാൽക്കണിയിലെ സ്വിംഗ് ചെയറിൽ പോയിരുന്നു. ഇതേ സമയം അതിഥി കിച്ചണിൽ ശ്രീദേവിയുടെ കൂടെ ചുറ്റിത്തിരികയായിരുന്നു. എന്താണ് മോളെ, ഇനി എന്തെങ്കിലും വേണോ മോൾക്ക്? ശ്രീദേവി ചോദിച്ചു. വേണ്ടമായി, അതിഥി പറഞ്ഞു. ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് കരുതി അതിഥി കിച്ചണിൽ നിന്നും ഹാളിലേക്ക് വന്നു ചുറ്റും നോക്കി. ആദ്യം എന്തോ ഓഫീസ് വർക്കിലായിരുന്നു. കീർത്തി കിടന്നിരുന്നു. അതിഥി നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് നടന്നു. അപ്പോൾ മുത്തശ്ശി മരുന്ന് കഴിക്കുകയായിരുന്നു. എന്താ മോളെ, മോള് കിടക്കാൻ പോയില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാനൊന്ന് മുത്തശ്ശിയുടെ കൂടെ കിടന്നോട്ടെ. അതിഥി അത് പറഞ്ഞതും മുത്തശ്ശി എന്തോ മനസ്സിലാക്കിയ പോലെ അതിഥിയെ നോക്കി പുഞ്ചിരിച്ചു. മോളിവിടെ ഇരിക്കെ, മുത്തശ്ശി പറയട്ടെ. മോള് മോൻ്റെ കൂടെ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്? എന്നിട്ട് മോനെ അവിടെ ആക്കി മോളിവിടെ കിടന്നാൽ എങ്ങനെ ശരിയാവും? അത് മോന് വിഷമാവില്ലേ? മോള് മോൻ്റെ അടുത്തേക്ക് ചെല്ലും. മുത്തശ്ശി അത് പറഞ്ഞതും അതിഥി പതിയെ അവിടെ നിന്ന് പോകാനൊരുങ്ങി. മോളെ ഒന്ന് നിന്നേ, മുത്തശ്ശി ഒരു കൂട്ടം മോൾക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. മോളുടെ കല്യാണത്തിന് തരാനായി പണിയിപ്പിച്ചതാ. പക്ഷെ അന്ന് നിങ്ങൾ പെട്ടെന്ന് പോയതുകൊണ്ട് അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതും പറഞ്ഞ് മുത്തശ്ശി മേശയിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് അത് തുറന്ന് അതിൽ നിന്നും കറുത്ത മുത്തുകളും സ്വർണ്ണ മുത്തുകളും കോർത്തുണ്ടാക്കിയ ഒരു പൊന്നരഞ്ഞാണം പുറത്തെടുത്തു. മോളിങ് വാ, മുത്തശ്ശി അണിയിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അതിഥിയെ തൻ്റെ അരികിലായി പിടിച്ചു നിർത്തി. എന്നിട്ട് അത് അവളുടെ അണിവയറിലായി അണിയിച്ചു കൊടുത്തു. അതവളുടെ വയറിനെ കൂടുതൽ അഴകുള്ളതാക്കി. ഇനി മോള് ചെല്ല്, സമയം കളയണ്ട, ഇപ്പം തന്നെ വൈകി, മോനിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. മുത്തശ്ശി അത് പറഞ്ഞതും വേറെ വഴികളൊന്നുമില്ലാതെ അതിഥി മുകളിലെ റൂമിലേക്കായി പടിക്കെട്ടുകൾ കയറി. റൂമിന് മുന്നിലെത്തിയതും അതിഥിയുടെ ഹൃദയതാളം ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. അതിഥി പതിയെ വാതിൽ തുറന്നതും അരുണിനെ അവിടെയൊന്നും കാണുന്നുണ്ടായില്ല. അതിഥി സംശയത്തോടെ റൂം മുഴുവൻ അരുണിനെ തിരഞ്ഞു. പിന്നീടാണ് ബാൽക്കണിയിലിരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന അരുണിനെ അവൾ കണ്ടത്. അവൻ അവളെ ഒന്ന് മുഖമുയർത്തി നോക്കിയ ശേഷം വീണ്ടും ലാപ്ടോപ്പിൽ വർക്ക് തുടർന്നു. അരുൺ, ഒരുപാട് ലേറ്റായി, കിടക്കാറായില്ലേ? അതിഥി പതർച്ചയോടെ ചോദിച്ചതും വീണ്ടും അവൻ അവളെ മുഖമുയർത്തി കോർപ്പിച്ചൊന്ന് നോക്കി. അത് കണ്ടതും അതിഥി മിഴികൾ താഴ്ത്തി. നീ എന്നെ ഒഴിവാക്കാനല്ലേ ഇത്ര നേരം ഇങ്ങോട്ട് വരാതിരുന്നത്? പിന്നെന്തിനാ ഇപ്പം എന്നെ വിളിക്കുന്നത്? നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ നീ കിടന്നോ, എനിക്ക് വർക്കുണ്ട്, ഞാൻ കിടക്കാൻ ലേറ്റാവും. അരുൺ അത് പറഞ്ഞതും അതിഥി അവനരികിൽ വന്നിരുന്നു. എന്നിട്ടും അവൻ അവളെ ഒരു നോട്ടം കൊണ്ട് പോലും പരിഗണിക്കുന്നില്ലെന്ന് കണ്ടതും അതവളിൽ ഒരു നോവ് പടർത്തി. അരുൺ, എന്നോട് പിണക്കമാണോ? അവളത് ചോദിച്ചതും അരുണിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. അതിഥി പതിയെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അരുണിൻ്റെ മടിയിലായിരിക്കുന്ന ലാപ്ടോപ്പ് എടുത്ത് അടുത്തുള്ള ടേബിളിൽ വെച്ചു. എന്നിട്ട് അവൾ അവൻ്റെ മടിയിൽ ഒരു ഭാഗത്തേക്കായി ചരിഞ്ഞിരുന്നു കൊണ്ട് അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു. എന്നോട് പിണക്കമാണോ? എന്തിന്? എനിക്ക് പിണക്കമൊന്നുമില്ല, അരുൺ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. പിന്നെന്താ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്കറിയില്ലേ? അരുൺ, അത് എനിക്കെന്തോ പോലെ. അങ്ങനെയൊക്കെ ഞാൻ എങ്ങനെയൊക്കെ? നീ എൻ്റെ ഭാര്യയാണ്, എൻ്റെ മുന്നിൽ എന്തിനീ നാണമൊക്കെ? പിന്നെ ഇതെല്ലാം എൻ്റെ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈവിരലുകൾ അവളുടെ അരഞ്ഞാണത്തിൽ തഴുകി കടന്നുപോയതും അതിഥി പതിയെ അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അവിടെ മകെ ചുംബിക്കാൻ തുടങ്ങി. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ വികാരഭരിതനായി. അവൻ്റെ കഴുത്തിൽ ചുംബിക്കുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് എന്തിനു വേണ്ടി പരതിക്കൊണ്ടിരുന്നു. പിന്നീട് അവളുടെ ചുംബനം കഴുത്തിൽ നിന്നും അവൻ്റെ കാതുകളിൽ എത്തി നിന്നതും അവൾ പതിയെ അവിടെയൊന്ന് കടിച്ചു വിട്ടു. അവളുടെ പ്രവൃത്തിയിൽ ആവേശം കൊണ്ട് അവൻ അവളുടെ അരക്കെട്ടിൽ ഇറുകെ പിടിച്ചു.
അവൾ അവൻ്റെ കഴുത്തിൽ നിന്നും മുഖമുയർത്തി നോക്കിയതും കണ്ടത് അവൾ നൽകുന്ന സുഖകരമായ അനുഭൂതിയിൽ മിഴികൾ രണ്ടും അടച്ചിരിക്കുന്ന അരുണിനെയാണ്. പതിയെ അവൾ അവൻ്റെ കണ്ണിലൊന്ന് ചുംബിച്ചു. ശേഷം അത് അവൻ്റെ മൂക്കിൻ തുമ്പിലും കവിളിലും പിന്നീട് ആ ചുംബനം അവൻ്റെ അധരങ്ങളിലും എത്തി നിന്നു. അതവനെ കൂടുതൽ ആവേശനാക്കി. ചുംബനത്തിനിടയിൽ അവളുടെ കൈകൾ അവനിട്ടിരുന്ന ഷർട്ടിൻ്റെ ബട്ടണിൽ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. അതവനെ പ്രണയത്തിൽ നിന്നും കാമത്തിലേക്ക് വഴിതിരിച്ചു. അവൻ അവളുടെ ധാവണി ഷോൾ പതിയെ തോളിൽ നിന്നും മാറ്റി ദൂരേക്കെറിഞ്ഞു. എന്നിട്ടവൻ അവളെ അവൻ്റെ മടിയിൽ കാലുകൾ ഇരുവശത്തേക്കും ഇരുത്തിക്കൊണ്ട് അവളുടെ മാറിൽ മുഖം പുഴുത്തി. അതിലവൾ പൊള്ളിപ്പിടഞ്ഞുപോയി. പതിയെ അവളിൽ നിന്നും ശീൽക്കാരങ്ങൾ ഉയരാൻ തുടങ്ങി. ശീൽക്കാരങ്ങൾക്കിടയിൽ അവൻ്റെ പേര് അവൾ ഒരു മന്ത്രണമായി ഉരുവിട്ടുകൊണ്ടിരുന്നു. അതിനിടയിൽ അവൻ അവളുടെ മാറിൽ നിന്നും മുഖമുയർത്തിക്കൊണ്ട് അവളുടെ കാതോരം പറഞ്ഞു, "ഇതാണോ നിനക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞത്?" അവൻ പറഞ്ഞത് കേട്ടതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തു. അത് കണ്ടതും അവൻ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ബെഡിൽ കൊണ്ടു കിടത്തി. അവളുടെ നഗ്നമായ മാറിടുക്കും അണിവയറും അവനിൽ വികാരത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിച്ചു. പിന്നീടാണ് അവൻ്റെ ശ്രദ്ധ അവളുടെ അരയിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന പൊന്നരഞ്ഞാണത്തിലേക്ക് എത്തിയത്. അവൻ പതിയെ അവിടെ ഒന്ന് തഴുകി. പിന്നീട് അവളുടെ പൊക്കിൾ ചുഴിയിൽ അധരങ്ങൾ കൊണ്ടും നാവുകൊണ്ടും അവൻ കളം വരയ്ക്കാൻ തുടങ്ങിയതും അവൾ കുറുകിക്കൊണ്ട് ഒന്ന് വളഞ്ഞുപോയി. പിന്നീട് അവളെ നേരെ കിടത്തിക്കൊണ്ട് അവൻ്റെ കൈകൾ അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കിലേക്ക് നീണ്ടു. പതിയെ അവൻ ഹുക്കുകൾ അടർത്തി ബ്ലൗസ് ഇരുവശത്തേക്കുമായി അകത്തിവെച്ചതും അവൾ കണ്ണുകൾ ഇറുകെ മൂടി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഒന്ന് ഊതിയതും അവൻ്റെ ചുടുനിശ്വാസം തട്ടി അവൾ കണ്ണുകൾ പതിയെ തുറന്നു. "അച്ചു, എന്നെ നോക്ക്, എൻ്റെ മുഖത്തേക്ക് നോക്ക്. നീ എന്തിനാ കണ്ണടയ്ക്കുന്നത്? ഞാൻ നിന്നെ അറിയുമ്പോൾ നീയും എന്നെ മുഴുവനായി അറിയണം. കണ്ണുകൾ തുറന്നുകൊണ്ട്." അതും പറഞ്ഞ് അരുണിൻ്റെ കൈകൾ അതിഥിയുടെ പാവാട ഹുക്കിലേക്ക് നീണ്ടു. വൈകാതെ അവളിൽ നിന്നും പാവാട അകന്നു പോകുന്നത് അവൾ അറിഞ്ഞു. അവളുടെ കൈകൾ പുതപ്പിനായി പരതിയതും അത് മനസ്സിലാക്കിയ അരുൺ പുതപ്പെടുത്ത് ദൂരേക്ക് മാറ്റിയിട്ടു. പിന്നീട് അവൾ നിന്നും ഇന്നറുകളും അകന്നു പോകുന്നത് അവൾ ഏതോ മായിക ലോകത്തെന്ന പോലെ അറിഞ്ഞു. അവളിലൊരു മറ പോലെ അവൾ അവനെ ഒരു നിമിഷം ഇറുകെ പുണർന്നു. പിന്നീട് അവൻ്റെ അധരങ്ങൾ അവളുടെ പൊക്കിൾ ചുഴിയും കടന്ന് അടിവയറിലൂടെ താഴേക്ക് അരിച്ചിറങ്ങിയതും അവളിലൂടെ ഒരു മിനറൽ പിണർ കടന്നുപോയി. ശേഷം അവൻ അവളുടെ തുടയെടുക്കിൽ അവൻ്റെ അധരങ്ങളാലും നാവിനാലും കുസൃതി കാട്ടിയതും അവൾ അവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചുകൊണ്ടിരുന്നു. "അരുൺ, മതി" എന്നവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും അവൻ അവിടെ നിന്നും ഉയർന്നുകൊണ്ട് അവളുടെ അധരങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് തന്നെ അവളുടെ മാറിനെ ഞെരിച്ചുടയ്ക്കാൻ തുടങ്ങി. ശേഷം അവനിൽ ബാക്കിയുള്ള വസ്ത്രങ്ങളും അഴിച്ച് താഴേക്കെറിഞ്ഞുകൊണ്ട് അവൻ അവളിലെ പെണ്ണിലേക്ക് അമർന്നു. അവൻ അവളിൽ ഉയർന്നു താഴുമ്പോൾ അവളുടെ നഖങ്ങൾ അവൻ്റെ പുറംമേനിയിൽ പോറൽ വീഴ്ത്തിക്കൊണ്ടിരുന്നു. വൈകാതെ തന്നെ അവൻ അവളിൽ ഒരു മഴയായി പെയ്തിറങ്ങി. ശേഷം തളർന്നുകൊണ്ട് അവളുടെ മാറിലേക്ക് അവൻ വീണിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവൻ അവളിൽ നിന്നും മാറി ബെഡിൽ കിടന്നുകൊണ്ട് അവളെ തൻ്റെ നെഞ്ചിലായി കിടത്തി ബ്ലാങ്കറ്റ് കൊണ്ട് പുതച്ചു കൊടുത്തു. വൈകാതെ തന്നെ അവർ നിദ്രയെ പുലുക്കി. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്നതും തൻ്റെ മാറിലായി മുഖം പൂഴ്ത്തി ഉറങ്ങുന്ന അരുണിനെയാണ് അതിഥി കണ്ടത്. അതവളിൽ ഒരു പുഞ്ചിരി പടർത്തി. അവൾ പതിയെ അവനെ മാറ്റി എഴുന്നേൽക്കാനാഞ്ഞതും പെട്ടെന്ന് എന്തോ തന്നെ പിടിച്ച് നിർത്തിയ പോലെ അവൾക്ക് തോന്നി. അതിഥി പതിയെ തിരിഞ്ഞു നോക്കിയതും കണ്ടത് കണ്ണുകൾ തുറന്നു അവളെ തന്നെ നോക്കിക്കിടക്കുന്ന അരുണിനെയാണ്. അവൻ്റെ നോട്ടത്തിൻ്റെ സഞ്ചാരദിശ അവളുടെ മുഖത്തു നിന്നും മറ്റെങ്ങോട്ട് പോകുന്നതറിഞ്ഞ അതിഥി അവൻ നോക്കിന്നിടത്തേക്ക് നോക്കി. അപ്പോഴാണ് താനിപ്പോഴും പരിപൂർണ്ണ നഗ്നയാണെന്ന് അവൾ തിരിച്ചറിയുന്നത്. ഉടനെ അവൾ ബ്ലാങ്കറ്റിനടിയിൽ ഒതുങ്ങിക്കൂടി. അപ്പോഴാണ് അവൻ്റെ പിടുത്തം തൻ്റെ പൊന്നരഞ്ഞാണത്തിലാണെന്ന് അവൾ ശ്രദ്ധിക്കുന്നത്. "അരുൺ, വിടുന്നുണ്ടോ എന്നെ? ഞാൻ താഴേക്ക് പോട്ടെ." "അതൊക്കെ വിടാം. ആദ്യം ഇതെവിടെ നടന്ന് പറ." അവളുടെ ഹിപ്പ് ചെയിനിൽ പിടിമുറുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. "അത് ഇന്നലെ മുത്തശ്ശി തന്നതാ." "ഓഹോ, അപ്പോൾ മുത്തശ്ശി രണ്ടും കൽപ്പിച്ചാണല്ലേ?" "രണ്ടും കൽപ്പിച്ചോ? പിന്നെ നിന്നെ ഇതൊക്കെ ഇട്ട് ഇങ്ങോട്ട് വിട്ടത് എന്തിനാണെന്നാ?" "എന്തിനാ?" "മുത്തശ്ശിക്കൊരു പേരക്കുട്ടിയെ കിട്ടാൻ. അല്ലാതെ എന്തിനാ?" "ഒന്ന് പോരും. മുത്തശ്ശിക്കറിയില്ലല്ലോ എന്നെ വീഴ്ത്താൻ മോൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന്. നീ എൻ്റെ അടുത്തൊന്ന് വന്നിരുന്നാൽ പോരെ? അപ്പോൾ തന്നെ എൻ്റെ കൺട്രോളൊക്കെ പോവില്ലേ? മോൾ ഇന്നലെ അമ്മാതിരി പെർഫോമൻസ്." എന്നവൻ പറഞ്ഞതും അതിഥി അരുണിൻ്റെ വായ കൈകളാൽ പൊത്തിപ്പിടിച്ചിരുന്നു. "ഇതാരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്കൊന്ന് കുളിക്കണം." "അതിനെന്താ, നീ പോയി കുളിച്ചോ? അതിന് പുതപ്പൊന്ന് വിട്, ഞാൻ പോട്ടെ." "പുതപ്പൊന്നും തരില്ല, നീ വേണേ പോയിക്കോ. ഈ പകൽ വെളിച്ചത്തിൽ ഞാൻ നിന്നെ ശരിക്കൊന്ന് കാണട്ടെ." "അയ്യേ, നിനക്കൊരു നാണമില്ലേ?" "എനിക്കെന്തിനാ നാണം? നിനക്കും എനിക്ക് നാണമായ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും?" "ഓ, അങ്ങനെയാണോ? എങ്കിലേ നാണമില്ലാത്ത ആളിവിടെ കിടക്കും. എനിക്കൊന്ന് ഫ്രഷ് ആവണം." എന്നും പറഞ്ഞ് അരുണിനെ തള്ളിമാറ്റി ബ്ലാങ്കറ്റ് വലിച്ചെടുത്ത് അതിഥി വാഷ്റൂമിലേക്ക് ഓടിപ്പോയി. അത് നോക്കിക്കിടന്ന അരുണിൻ്റെ ചുടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. "അച്ചു, വേണമെങ്കിൽ ഞാനും വരാട്ടോ." അരുൺ വാഷ്റൂം ഡോർ അരികിൽ ചാരി നിന്നുകൊണ്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു. "വേണമെന്നില്ല, എനിക്കറിയാം.
ആ നിനക്കറിയാമെന്ന് എനിക്ക് മനസ്സിലായതാ. എന്ത്? എന്തേലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ലേ എന്നും പറഞ്ഞ് അരുൺ തൻ്റെ മുണ്ടും ചുറ്റി ബെഡിൽ തലയണയെ ഇറുക്കി പിടിച്ച് കിടന്നു.